എൻ്റെ കുറച്ച് വാക്കിനെ വിലയിരുത്തി അവർ സംസാരിച്ചു. ആ വീഡിയോ ഞാൻ കണ്ടു. വളരെ സന്തോഷം, അഭിമാനം. കാരണം ഞാൻ പല മേഖലകളിൽ 23 വർഷം ഈ ചാരിറ്റി നടത്തുമ്പോൾ നിരവധി അനാഥരെ ഞാൻ റോഡിലും വീടുകളിൽ നിന്നുമൊക്കെ ഏറ്റെടുക്കുമ്പോൾ ഒരു മുസ്ലിം ഒരു വാപ്പായോ ഉമ്മയോ എൻ്റെ സ്ഥാപനത്തിൽ ഇതുവരെയും വന്നില്ല എന്നതുള്ളതൊരു സത്യം തന്നെയാണ്. പിന്നെ ഞാൻ പലയിടത്തും അന്വേഷിക്കാറുണ്ട്, ഇങ്ങനൊരു വൃദ്ധസദനം ഈ മുസ്ലിങ്ങളുടെ ഇതിലുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനൊരു സംഭവം ഇല്ല. പിന്നെ അപൂർവം ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വീടാത്തവരാരും ഇല്ലെങ്കിൽ പോലും ഇപ്പം നമ്മുടെ ഒരു യത്തീംഖാന കുട്ടികൾ എത്രയോ പേര് അവിടെ പഠിക്കുന്നു. സത്യത്തിൽ യത്തീംഖാനയിൽ പഠിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, അവിടെ വളർന്നു വരുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കണം, നമ്മൾ മാതൃകയായ വിദ്യാർത്ഥികൾ കുട്ടികളായി മാറണം എന്നൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നത്. ഒരു അംഗൻവാടി കുട്ടികളെ കൊണ്ടാക്കുന്നുണ്ട് മാതാപിതാക്കൾ. നേരം വെളുത്ത് അവിടം വരെ തല്ലിയിട്ടാണ് കൊണ്ടുപോകുന്നത്, കുട്ടികൾ കരഞ്ഞു വിളിച്ചിട്ട്. എവിടെ ഒരു യത്തീംഖാനയിൽ അല്ലെങ്കിൽ മദ്രസയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ കരഞ്ഞു വിളിച്ച് റോഡിൽ കൂടെ പോകുന്നുണ്ടോ? എത്ര മാന്യമായിട്ടാണ് അവർ പോയി പഠിക്കുന്നത്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ അനുഭവങ്ങളുടെ കഥയാണ് ഞാൻ പറയുന്നത്, ജാതി മതമൊന്നും അല്ല ഞാൻ അവശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരത്തും നടക്കുന്ന തെരുവിൽ എത്ര പേര് അനാഥപ്പെട്ട് നടക്കുന്നുണ്ട് ഒന്ന് എടുത്തു നോക്കിയാൽ, ഇഷ്ടം എടുത്തു നോക്കിയാൽ ഒരുപാട് മറ്റു ജാതിക്കാരാണ്. ഒരു മുസ്ലിം ഒരു താടിയും മുടിയും വളർത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വളർത്തിയിട്ട് അവർ റോഡിൽ കിടക്കുക നമ്മൾ കാണാറില്ല. സുഹൃത്തുക്കളെ, നിങ്ങളെ കേട്ടത് ഒരു അനാഥാലയം, ഒരു അഗതി മന്ദിരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്തിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞത് എത്രമാത്രം വലിയ ഒരു സത്യമാണ്. ആ സത്യം വിളിച്ചു പറഞ്ഞതിന് അദ്ദേഹത്തെ ഞാൻ ആദ്യമായി പ്രശംസിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഒക്കെ പരിഹസിക്കുകയും കളിയാക്കുകയും അവമതിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറേ ആളുകളുണ്ടല്ലോ. 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര നിയമങ്ങളാണ് ഖുർആനിലെ നിയമങ്ങൾ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ മദ്രസ പൊട്ടന്മാരാണെന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ കളിയാക്കുന്നവരുണ്ട്. ഇങ്ങനെ പല രൂപത്തിൽ വിശുദ്ധ ഖുർആനിനെയും മുസ്ലിമീങ്ങളെയും ഒക്കെ പരിഹസിക്കുന്ന, മനസ്സിലാക്കുകയും അത് ലോകത്തിൻ്റെ മുമ്പിൽ ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്ത ഈ സുഹൃത്ത് വലിയ ഒരു ഉദ്യമമാണ് നിർവഹിച്ചത്, യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. അങ്ങനെയാണ് ഖുർആൻ ലോകത്തിന് നൽകുന്ന വെളിച്ചം. ആ വെളിച്ചം അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവുള്ളൂ. അതല്ലാതെ ഇരുട്ടിൽ തപ്പി ജീവിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. വൃദ്ധസദനങ്ങളിലും അനാഥാലയങ്ങളിലും അഗതി മന്ദിരങ്ങളിലുമൊക്കെ മുസ്ലിമുകളുടെ എണ്ണം കുറവാണ്. തീരെല്ല എന്നല്ല പറയുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെയും ഇസ്ലാമിൻ്റെയും ഒക്കെ സന്ദേശം ശരിയായ നിലക്ക് ഉൾക്കൊള്ളാത്ത ഏതെങ്കിലുമൊക്കെ ആളുകൾ ചിലപ്പോൾ അത് അത്തരം സംഗതികളിലേക്ക് അല്ലെങ്കിൽ മാതാപിതാക്കളെ തള്ളിവിട്ടേക്കാം. എന്നാൽ മറ്റുള്ളവരെ അപേക്ഷിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിൽ അത് കുറവാണ്. കാരണം എന്താ, അവർ കുഞ്ഞുനാളിൽ തന്നെ മദ്രസകളിൽ നിന്ന് പഠിക്കുന്ന ഇത്തരം മനോഹരമായ സന്ദേശങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ ഈ മാനവികമായ സന്ദേശങ്ങൾ അത് ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ്. അതുകൊണ്ടൊരു മുസ്ലിമിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ, വിശുദ്ധ ഖുർആനിൽ മാതാപിതാക്കളെ പരിപാലിക്കുകയും അവർക്ക് സ്നേഹം നൽകുകയും അവർക്ക് വാർദ്ധക്യമെത്തിയാൽ അവരെ പരിചരിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും പുണ്യവും ഖുർആനിലും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലും എത്ര ഗൗരവത്തോടുകൂടെയാണ് പറയുന്നത്. അതിൻ്റെ മഹത്വം, അവരിൽ ഒരാളോ രണ്ടുപേരോ വാർദ്ധക്യം ബാധിച്ച് നിൻ്റെ അടുക്കലെത്തിയാൽ ആ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്കും അനാഥാലയങ്ങളിലേക്കും തള്ളിവിടാനല്ല പറയുന്നത്, മറിച്ച് അവരെ നീ വിരട്ടിയോടിക്കരുത്. നോക്കൂ നിങ്ങൾ, മാത്രമല്ല വിരട്ടിയോടിക്കൽ മാത്രമല്ല, വലാ തഖുല്ലഹുമാ ഉഫിൻ, അവരോട് ചേ എന്ന് പോലും പറയരുത്. കാരണം സ്നേഹവും പരിലാളനയും കാരുണ്യവും സ്നേഹവാക്കുകളും ഒക്കെ കൊതിക്കുന്നൊരു കാലമാണത്. അപ്പോൾ ചൂടാകുന്നത് പോയിട്ട് അവർക്ക് അനിഷ്ടമാകുന്ന ചെറിയ വാക്ക് പോലും പറയാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, എന്തൊരു മനോഹരമായ വാചകങ്ങൾ. അവർക്ക് കാരുണ്യത്തിൽ നിന്നുള്ള എളിമയുടെ ചിറകുകൾ താഴ്ത്തിക്കൊടുത്ത് ശാന്തിയും സമാധാനവും പകർന്ന് നിന്നോട് ചേർത്ത് പിടിക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. ഇനി ഇതൊക്കെ നീ ചെയ്തു കൊടുത്താലും ചെറുപ്പത്തിൽ അവർ നിനക്ക് ചെയ്തു തന്നതിന് അത് തുല്യമാകൂല. അതുകൊണ്ട് നീ അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ചെറുപ്പത്തിൽ അവർ പോറ്റി വളർത്തിയതുപോലെ നീ അവർക്ക് കാരുണ്യം ചെയ്യണമേ എന്ന്. എത്ര മനോഹരമാണ്! ഇത് ഖുർആനിലുള്ള ഒരു വചനാണ്. അത് മുസ്ലിമീങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഈ സുഹൃത്ത് വിളിച്ചു പറഞ്ഞത്. ഇത് ഉൾക്കൊണ്ട ഒരു മുസ്ലിമിന് അവൻ്റെ മാതാപിതാക്കളെ ഒരു നിലക്കും ഈ നിലക്ക് വൃദ്ധസദനങ്ങളിലേക്കും മറ്റൊന്നും പറഞ്ഞയക്കാനോ തള്ളിവിടാനോ അവഹേളിക്കാനോ സാധ്യമല്ല. എന്നാൽ ഈ വെളിച്ചം കിട്ടാത്തവർ, അവർക്ക് അവരുടെ മാതാപിതാക്കളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ വലിയ ആധുനികരാണ്, പരിഷ്കൃതരാണ് എന്ന് പറയുന്ന സമൂഹം ഖുർആനിൻ്റെ ഈ വെളിച്ചം അവർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ
എന്ത് സംഭവിക്കുന്നു? ഒരു മാതാവിൻ്റെ, ഒരമ്മയുടെ വേദനാജനകമായ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. പെട്ട് കരഞ്ഞുകൂടി ഇരിക്കുക അവിടെ മക്കളെ ഉപേക്ഷിച്ചാലും അമ്മമാർക്ക് മക്കളെ ഉപേക്ഷിക്കാൻ കഴിയില്ല സാറേ. അത്ര കഷ്ടത്തിലാണ് ഞാൻ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചല്ല. ആരാന്റെ പണിയെടുത്ത് മക്കളെ വളർത്തിയുണ്ടാക്കി അവരെ നിലയ്ക്ക് എത്തിച്ചു തന്നെ. അപ്പൊ അവര് പറയണു ഞാൻ അവര് പണിയെടുത്താ ജീവിച്ചെന്ന് പറയണു. ആയിക്കോട്ടെ, എനിക്ക് വിരോധമില്ല. വളരെ കഷ്ടപ്പെട്ടുന്നു. ഒരമ്മയുടെ ഹൃദയം പൊട്ടുന്ന വാക്കുകളാണ്. ഒരു മാതൃഹൃദയത്തിൻ്റെ വേദനയാണ്. മക്കളെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് വളർത്തിയെടുത്ത് അവസാനം പ്രായമായപ്പോൾ ആ അമ്മയെ അനാഥാലയത്തിൽ കൊണ്ടുപോയി ആക്കിയിരിക്കുകയാണ്. എവിടെയാണ് എന്ന് പോലും മക്കൾക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. മണ്ണാർക്കാടാണ് സ്വദേശമെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ ഇത് അവരിലെത്തുന്നത് വരെ നിങ്ങൾ ഷെയർ ചെയ്യണം. ആ ഉമ്മയുടെ വേദന നമ്മുടെയൊക്കെ വേദനയാണ്. ഉസ്താദ് നമസ്കാരം. ഉസ്താദ് പറഞ്ഞത് വളരെ സത്യമുള്ള വാക്കുകളാണ്. എന്താ പറയുക, ദൈവചൈതന്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോ പറഞ്ഞത്. കാരണം ഇതുപോലെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള ഒരു ചിന്താ മനോഭാവത്തിന് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. കാരണം എനിക്ക് പറയാൻ വാക്കുകളില്ല. എന്തായാലും ഈ വീഡിയോസ് മാക്സിമം എല്ലാവരും കാണണം. തെരുവിൽ വലിച്ചെറിയുന്ന മാതാപിതാക്കൾ വലിച്ചെറിയാതിരിക്കാൻ മാക്സിമം എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ എനിക്ക് സപ്പോർട്ട് ചെയ്ത ക്യാമറമാൻ സുമാരനോടൊപ്പം മഹേഷ് വടക്കഞ്ചേരി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.